ഫോറേം ബിസിനസ് ക്ലബിന്റെ ഹാൾ ഓഫ് ഫെയിം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ക്ലബിലേക്ക് വന്ന മെമ്പർമാര് അവർ നമ്മുടെ ഈ സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്തതിനു ശേഷം അവരുടെ ലൈഫിൽ ഒരു വലിയ സക്സസ് അല്ലെങ്കിൽ ഒരു വലിയ സക്സസിന്റെ തുടക്കം ഉണ്ടാവുന്ന ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള ഒരു വ്യക്തി മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം കാലമൊന്നും ആയിട്ടില്ല ക്ലബിൽ വന്നതിന് ശേഷം വന്നിട്ട്, പക്ഷെ ക്ലബിൽ വന്നതിന് ശേഷം വളരെ സജീവമായി ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുകയും കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ഇതിന് മറ്റുള്ള ടീം അംഗങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മണികണ്ഠൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇന്നൊരു വലിയ സക്സസ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. മണികണ്ഠൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഈ ഒരു സാഹചര്യത്തില്, അല്ലെങ്കിൽ എന്റെ പേര് മണികണ്ഠൻ, പാലക്കാടാണ് സ്വദേശം. അഡ്വർടൈസിങ് ഫീൽഡിലാണ് കഴിഞ്ഞ 28 വർഷമായിട്ട്. അതായത് ചെറിയ ലെവലിൽ തുടങ്ങിയതാണ് അഡ്വർടൈസിങ്. സൈൻ ബോർഡ് വരയ്ക്കലായിരുന്നു. അതിനുശേഷം ടെക്നോളജി മാറിയതിനനുസരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടെക്നോളജി പ്രിന്റിംഗ് യൂണിറ്റ്, സ്വന്തമായിട്ട് പ്രിന്റിംഗ് യൂണിറ്റ് ഒരെണ്ണം തുടങ്ങി 2015. അതിനുശേഷം ഒരു വെൽഡിംഗ് യൂണിറ്റ് കൂടി വേണമെന്നുണ്ടായിരുന്നു. സൈൻ ബോർഡ് ആയതുകൊണ്ട് വെൽഡിംഗ് യൂണിറ്റ് പുറത്തു കൊടുത്തായിരുന്നു. അത് തുടങ്ങണം വിചാരിച്ച് അത് ആൾറെഡി വെൽഡിംഗ് സ്വന്തമായിട്ട് തുടങ്ങി. പുറത്തു കൊടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് അത് രണ്ടാം പ്രാവശ്യം എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മൂന്നാമതൊരു ഏരിയ കറക്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് മൂന്നാമത്തെ ഏരിയ ഒരു 7 കിലോമീറ്റർ മാറ്റത്തിൽ കൊണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയതായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിന് ഓക്കെ, ഇതാണ് എന്നെ കുറിച്ച് ചെറുതായിട്ട് ചുരുക്കി പറയാനുള്ളത്. ഓക്കെ 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 താങ്കളുടെ ഫാമിലിയെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു. ഫാമിലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞത് 2005-ലാണ്. വൈഫ് ഹൗസ് വൈഫാണ്. ഇപ്പോ 2 മക്കളുണ്ട്. ഒന്ന് ആദിഷ് എന്ന് പറയും, രണ്ടാമത് അശ്വനിക എന്ന് പറയും. മോന് വന്നിട്ട് +2 കഴിഞ്ഞ് മർച്ചന്റ് നേവി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് ജസ്റ്റ് കയറിയിട്ടുണ്ട്. 3 മന്ത്സ് ആയിട്ടുള്ളൂ. മോള് വന്ന് 10th എക്സാം എഴുതിയിരിക്കുകയാണ്. ഓക്കെ 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 എന്താണ് താങ്കൾ ഈ ഫോറേം ക്ലബിലേക്ക് വരാനുണ്ടായ കാരണം? കുറെ ക്ലബിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ അറിയാലോ, നമ്മളൊരു ബിസിനസ്സുകാരെന്നുള്ളത് നമുക്ക് 2 ഷോപ്പായി 3 ഷോപ്പായി എന്ന് പറയുമ്പോൾ സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു നടത്താനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു ലൈഫായിരുന്നു എന്റെ. അടുക്കും ചിട്ട എന്ന് പറയുമ്പോൾ സമയത്തിന് എണീക്കുക, അല്ല ഒരു 7 മണി വരെയൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും. ചിലപ്പോൾ ചില ദിവസങ്ങൾ നടക്കാൻ പോകും, ചില ദിവസം പോവില്ല. പല കാര്യങ്ങളും, പല വീഡിയോസും കേൾക്കും. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഒരു ഓർഡറും ഉണ്ടായിരുന്നില്ല. ആ ഓർഡറിനെ സംബന്ധിച്ച് നമുക്ക് സാറുടെ ഈ ക്ലാസ് കേട്ട സമയത്ത് എനിക്ക് തോന്നിയൊരു ഇത് പറഞ്ഞാല്, പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് ശരിക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് സാറുടെ 1-2 ക്ലാസ് കേട്ടപ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റ് ആയി. കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അടുക്കും ചിട്ടയും നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ബിസിനസ് നല്ലൊരു എക്സ്പാൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എനിക്കത് മനസ്സിലാകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് സ്പോട്ടിൽ തന്നെ നമ്മൾ അത് അപ്പൊ തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് പോകുന്നത്. ഓക്കെ 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 അതുപോലെ ഇപ്പൊ ഗോളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടോ? ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മന്ത്ലി ഗോളോ അല്ലെങ്കിൽ ഇയർലി ഗോളോ ഒക്കെ വൺസ് ചിലപ്പോൾ ന്യൂ ഇയർ ആകുന്ന സമയത്ത് ഈ വർഷം നമ്മൾ ഇന്ന അച്ചീവ്മെന്റ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യും. പക്ഷെ അത് ചിലപ്പോൾ മൈൻഡിനെ വിട്ടുപോകും. ആ ഗോളെ കയ്യിലുണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് ഫോറേം ക്ലബിൽ വന്ന ശേഷം നോക്കുകയാണെങ്കിൽ മന്ത് വൈസ്, അതായത് ഇപ്പൊ ജനുവരി ആണെങ്കിൽ ജനുവരി ഇല്ല, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ പറഞ്ഞ ഓരോ മാസവും സെപ്പറേറ്റ് ആയിട്ട് പലതരത്തിലുള്ള ഗോളുകൾ. അതായത് ഒരു ഗോളല്ല, ബിസിനസ് ഗോള്, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലെ ഗോള്, അതേപോലെ തന്നെ ഒരു എന്താ പറയാ ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് പോണതിന്റെ കാര്യങ്ങൾ, അതേപോലെ 4-5 ഗോളുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സെറ്റ് ചെയ്യാൻ തുടങ്ങിയതിലൂടെയാണ് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നല്ലോ എന്നൊരു ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടി. നല്ലൊരു ഗോളായിട്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ അതുപോലെ ക്ലബിൽ വന്നതിന് ശേഷം അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ? അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ സാറേ? ക്ലബിൽ വന്നതിന് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോന്ന് ചോദിക്കുന്നത്. ക്ലബിൽ നിന്ന് അച്ചീവ്മെന്റ് എന്ന് പറയും മറ്റേ ഫ്രണ്ട്സിനെ അല്ലേ? ഓക്കെ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാലക്കാട് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. പല ഭാഗങ്ങളിൽ പോകുമെങ്കിലും നമുക്കുള്ള ഫ്രണ്ട്സുകളൊക്കെ വളരെ കുറവാണ്. അപ്പൊ എനിക്കൊരു തിരുവനന്തപുരം ഫ്രണ്ട്സ്, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും ഉള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ കേരളം മുഴുവനും നമുക്ക് എന്താ പറയാ, നമുക്ക് അറിയാത്ത കുറേ ഒരു ഫാമിലി നമുക്ക് ഫോറേം ക്ലബിലൂടെ കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുള്ളത്. പക്ഷെ ഒരുപാട് ആൾക്കാര് നമ്മളെ ഇഷ്ടപ്പെടുന്നതും അവരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഫാമിലി, പല കാറ്റഗറിയിലുള്ള ബിസിനസ്സുകാരെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റി.
വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ ഓക്കെ. അതുപോലെ ഇപ്പൊ ആക്ച്വലി ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് താങ്കൾ വരാനൊരു കാരണം ഉണ്ടല്ലോ. കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു വലിയ സക്സസ് കുറച്ചു കാലം കൊണ്ട് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഹോൾ ഓഫ് ഫെയിമിനെ കുറിച്ച് പറഞ്ഞാൽ സാർ ഇതിനകത്ത് തുടക്കത്തിൽ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ ആ ഒരു പോയിന്റ് കാര്യങ്ങളൊക്കെ പറയും, ഓരോ അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഒരു സാധനം എന്റെ പെട്ടെന്ന് സ്ട്രൈക്ക് ആയി. എന്താ സംഭവം ചോദിച്ചു. അപ്പൊ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് മനസ്സിലായ ശേഷം അഡീഷണൽ ആയിട്ട് നമ്മൾ 1 lakhന് മുകളിൽ മന്ത്ലി ഇൻകം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നി എന്തായാലും നമ്മൾ വർക്ക് ചെയ്യേണ്ട ഇത്രയും സ്റ്റാഫുകൾ വെക്കണം, എന്നെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് എടുക്കണം, അല്ലെങ്കിൽ വർക്ക് നമ്മൾ പോയി എടുക്കണം. 10-28 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വർക്ക് എടുക്കുന്നില്ല. അപ്പൊ വരുന്ന വർക്ക് ഇങ്ങനെ ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ. സ്റ്റാഫുകൾക്ക് വേണ്ട വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഈ സമയത്ത് എന്താ വെച്ചാൽ ഫെബ്രുവരി എന്ത് ചെയ്തു, ഫെബ്രുവരി മാസം സ്റ്റാർട്ടിങ് തന്നെ ഒരു കുറച്ച് ഗോളൊക്കെ സെറ്റ് ചെയ്ത് 3-4 വർക്കൊക്കെ ഏറ്റെടുത്തു. നല്ലൊരു പ്രോഫിറ്റ് 10-30,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നി അത് സിമ്പിൾ ആയിട്ടുള്ള സംഭവം. അപ്പൊ ഒരു മാർച്ചിൽ കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയ സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് മാർച്ചിൽ നല്ലൊരു 4-5 വർക്ക്, 6-7 വർക്ക് എടുത്തു. അതിൽ 5 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിലൊരു 1.25 ലക്ഷം രൂപയോളം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റി. 1 ലക്ഷം മുകളിൽ എന്ന് പറയാം, നല്ലൊരു ഏണിങ്സ് ആണ് അത് സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര വാല്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് 4AM ക്ലബിൽ വന്ന ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ നമ്മുടെ സാറുടെ ക്ലാസ് വീക്കിലി വരുന്ന 2 ക്ലാസ് കാര്യങ്ങൾ, അതായത് മെഡിറ്റേഷൻ, ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇതൊരു ചെറിയൊരു സംഭവമാണ്. ഇനി ഇതിലും വലിയൊരു അച്ചീവ്മെന്റിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഓരോരുത്തർക്കും എത്താൻ പറ്റും, പക്ഷെ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ. ഈ നിലയ്ക്ക് പോവാണെങ്കിൽ ആക്ച്വലി ഇതിപ്പോ 2 മാസം കൊണ്ടാണ് നിങ്ങൾ ഇത് നേടിയെങ്കിൽ അതൊരു 2 വർഷമോ അല്ലെങ്കിൽ 10 വർഷമൊക്കെ ആകുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ആ സമയം? അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് സാറ് തിരിച്ചറിവായിട്ട് നമുക്ക് വന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് തിരിച്ചറിവ് കിട്ടിയ ശേഷം നമ്മൾ ശരിക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ കിടക്കണം മാർക്കറ്റിൽ, നമ്മൾ തിരയാറില്ല എന്നുള്ളൂ. അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ തിരഞ്ഞു നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളൊരു ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇത് 10 ഇരട്ടി നമുക്ക് വളർച്ചയ്ക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ പുതിയ ഫേം തുടങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മൈൻഡിൽ വരുന്നുണ്ട്. അത് മെയിനായിട്ട് ചെയ്യാൻ മന്ത്ലി ഗോളാണ്. മന്ത്ലി ഗോളിലാണ് ഭയങ്കര എഫക്റ്റ് ആയി കിടക്കുന്നത്. അത് അച്ചീവ് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ആവേശം ഭയങ്കരമാണ്. ഓക്കെ. അതുപോലെ നമ്മുടെ ക്ലബിലുള്ള മെമ്പേഴ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള ക്ലബിലെ മെമ്പേഴ്സ്, അവർ ഓൾറെഡി ജോയിൻ ചെയ്ത് നടക്കാറുണ്ട്. അവരോട് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാറുള്ളത്? മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോറിൻ ക്ലബിൽ എന്താണോ പറയുന്ന സിസ്റ്റം, അതായത് സിസ്റ്റം പറഞ്ഞ ഒന്നുമില്ല, അതിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഡെയിലി ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും കാര്യമായിട്ടില്ല. ഇതിൽ ഫോറിൻ ക്ലബിൽ വന്ന ശേഷം മറ്റേ ഒരു 10 ദിവസം കൊണ്ട് 100 വീഡിയോ ചെയ്യണം എന്നൊരു ചലഞ്ച് ഉണ്ട്, 10 ഡേ വീഡിയോ ചലഞ്ച്. അത് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഫേസ് ടു ഫേസ് നന്നായിട്ട് സംസാരിക്കാൻ ഒരു ചെറിയൊരു ഇത് കിട്ടി. ഭയങ്കര ഭയമായിരുന്നു ഫോണില് വീഡിയോ കോൾ ചെയ്യാന്നൊക്കെ, ഭയങ്കര പ്രയാസം. ഇത് നമുക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചമ്മലൊക്കെ പോയി, നമ്മൾ ആരെടുത്തും സംസാരിക്കാനുള്ള ഒരു കഴിവൊക്കെ ഇതിനകത്ത് വന്നു. അപ്പൊ അതേപോലെ നമ്മൾ ഈ വീഡിയോ ചാലഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വന്ന എല്ലാവരും ഇതിലുള്ള സിസ്റ്റം കറക്റ്റ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരാൻ പറ്റും. ഒരു തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകില്ല. അതായത് ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല മറ്റൊന്നും ചെയ്തില്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല, ആഴ്ചക്ക് 2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ റെഗുലർ ആയിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 100% മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എനിക്കിപ്പോ ഈ 2 മാസം കൊണ്ടുള്ള മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. 2 മാസം കൊണ്ട് ഇത്രയും മാറാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് എന്നെ സംബന്ധിച്ച്. പക്ഷെ അത് എല്ലാവർക്കും പറ്റും, വളരെ സിമ്പിൾ ആണ് കാര്യം. ഓക്കെ ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടി, ഇപ്പോ ആക്ച്വലി ഈ ഫോറിൻ ക്ലബിനെ കുറിച്ചൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി, ചിലപ്പോൾ അതിന് വെബിനാർ വരെ പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും വേണോ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഞാനിത് ചെയ്തിട്ട് കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് മെസ്സേജ്? അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു ഏജ് വൈസോ അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ടോ അതിലിപ്പോ നമുക്ക് 74 വയസ്സുള്ള ആൾക്കാർ വരെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് പ്രോഗ്രാമിൽ. അപ്പൊ നമുക്ക് ഏജ് ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ആൾക്കാർക്ക് ശരിക്കും വേണ്ട കൃത്യമായിട്ടുള്ള ഇടപെടൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഇതിനകത്തുള്ളത്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബിസിനസ് ഉള്ളവർക്കും പറ്റും, ബിസിനസ് ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനും പറ്റും. അതേപോലെ തന്നെ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല ജോലി ചെയ്ത് പോണവർക്കും ഒരു നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയോട് കൂടി എൻജോയ് ചെയ്യാനുള്ള സമയം ഇതിനകത്ത് കിട്ടും. അപ്പൊ അത് സമയം രാവിലെ വന്ന് നമ്മൾ രാവിലെ പാഴായി കളയുന്ന 2 മണിക്കൂറോ അല്ലെങ്കിൽ
2.5 മണിക്കൂർ എന്നുള്ള സമയം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ മണികണ്ഠൻ, എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. എന്തായാലും കൃത്യമായ ആക്ഷൻസ് എടുക്കുക. ഇത് ഒരു തുടക്കം മാത്രമാണ്. കാരണം ഫോറിൻ ക്ലബ്ബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോറിൻ ബിസിനസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ലൈഫ് ടൈമാണ് നമ്മൾ അതിനകത്തുള്ള മെമ്പർമാർ. മീൻസ് എല്ലാവരും ഫാമിലി ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക, എപ്പോഴും ക്ലബിനോടൊപ്പം നിൽക്കുക, നമുക്ക് ഒരുമിച്ച് വളരാം. ഓക്കെ, താങ്ക് യു.